Hi guys, നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടൊന്ന് റെഡി ആയാലോ? So let's get ready with me. Come. So this is my outfit and let me wear it. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഷോർട്സും കൂടെ പെയർ ചെയ്യാം. അങ്ങനെ ഔട്ട്ഫിറ്റ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് പോവാം. അപ്പോൾ ബയോ. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇസാന എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഹൈലറോൺ സെറാണ്. ഇതിൽ നിന്ന് 2-3 ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ലോറിയലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ലാക്മേയുടെ SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര റെയർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോബി ബ്രൗണിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ എന്താ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രസ്ഡ് പൗഡറും കൂടി ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദെൻ ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ബ്ലഷും കൂടി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാക്മേയുടെ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണൊന്ന് എഴുതിയിട്ട് വരാം. ഫോണിൽ നോക്കി കണ്ണെഴുതാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ മിററിൽ നോക്കി കണ്ണൊക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ലാക്മേയുടെ തന്നെ ഒരു മസ്കാരയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ലിപ്സ്റ്റിക്കിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഇപ്പം യൂസ് ചെയ്തിരിക്കുന്നത് സെഫോറയുടെ ലിപ്സ്റ്റിക്കാണ്. സെഫോറയുടെ ഷെയ്ഡ് 10 എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് നമുക്ക് വേഗം പോയി ഇട്ടിട്ട് വരാം. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും സംഭവം അടിപൊളിയാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു LA എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഈ ഒരു മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് മുടി കൂടെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് കോംബ് ചെയ്ത് മുടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രഷ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനൊരു കോംബ് വെച്ചിട്ട് ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് മുടി കെട്ടുന്നത്. സോ മുടി നല്ല രീതിക്ക് കീറിയിട്ട് ഒരു ബോയും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ഒരു ഹൂപ്സും കൂടി ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒന്ന് പെയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു വാച്ചും കൂടി കെട്ടി കൊടുക്കുന്നുണ്ട്. G-Shockൻ്റെ ഒരു വൈറ്റ് കളർ വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബാഗും അതുപോലെ ഈ ഒരു ബൂട്ട്സും ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് മൈ ഫൈനൽ ഔട്ട്ഫിറ്റ് ലുക്ക്. സോ ഈ ഔട്ട്ഫിറ്റ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.